നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇഡിക്ക് വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്ന് പ്രോസിക്യൂഷൻ. വെള്ളിയാഴ്ച വിധി. കുറ്റകൃത്യങ്ങളിലൂടെ ലഭിച്ച തുകയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് പകർപ്പുകൾ ആവശ്യപ്പെടുന്നതെന്ന് ഇഡിയുടെ അഭിഭാഷകൻ. ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. മുതിർന്ന നേതാവും മുൻ MLA-യുമായ ഡോക്ടർ ആർ ലതാദേവി മന്ത്രി GR അനിലിന്റെ ഭാര്യയാണ്. ആദ്യ ടൈമിൽ CPIക്ക് പ്രസിഡന്റ് സ്ഥാനം. തെറ്റുപറ്റുന്നവർക്ക് അത് തിരുത്താനാകുന്ന സാഹചര്യമൊരുക്കുക സുപ്രധാനമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. മാനസിക പരിവർത്തനത്തിനുള്ള അവസരമാക്കി ജയിൽവാസം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. ജയിൽ ക്ഷേമദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. 4ാം ഗ്രേഡ് റബ്ബറിന് 179ഉം തരം തിരിക്കാത്തതിന് 174 രൂപയും. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട കേസുകളിലെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ ED ആവശ്യപ്പെടുന്ന പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട കേസുകളിലെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ ED ആവശ്യപ്പെടുന്നതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. മറ്റ് കുറ്റകൃത്യങ്ങളിൽ ED അന്വേഷണം നടത്തിയാൽ നിലവിലെ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. കുറ്റകൃത്യങ്ങളിലൂടെ ലഭിച്ച തുകയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് പകർപ്പുകൾ ആവശ്യപ്പെടുന്നതെന്നാണ് EDയുടെ അഭിഭാഷകൻ വാദിച്ചത്. ന്യൂസ് ഡെസ്ക്. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം KSRTC ബസും ജീപ്പും കൂട്ടിയിടിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. അപകടത്തിന് പിന്നാലെ ബസ് ജീവനക്കാരും ജീപ്പിലുണ്ടായിരുന്നവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇത് നേരിയ സംഘർഷത്തിനും വഴിയൊരുക്കി. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് KSRTC ബസും ജീപ്പും കൂട്ടിയിടിച്ചത്. അത് എന്താണെന്ന് ചേട്ടാ, നമ്മൾ ഇവിടുന്ന് വരുമായിരുന്നു. അപ്പൊ പുള്ളി ഇവിടുന്ന് വണ്ടി ഇറക്കി വെക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ വരാതെ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നോക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഫോണും അടിക്കുന്നുണ്ട്. അത് പുള്ളി നോക്കാതെ നേരെ ശ്രദ്ധിക്കാതെ എടുത്തു വെച്ചു, എന്റെ വണ്ടിയിൽ തട്ടി. എന്നിട്ട് ഇനിയിപ്പോ ഇവിടെ ഇൻസ്പെക്ടർ വരുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അറിയാം എന്താണ്. അപകടത്തിന് പിന്നാലെ ബസ് ജീവനക്കാരും ജീപ്പിലുണ്ടായിരുന്നവരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ഈ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട് അങ്ങ് ഫുള്ള് കയറി കവർ ചെയ്ത് വന്നതാണ്. അപ്പൊ അവിടുന്ന് പുറകിന്ന് വന്ന വണ്ടിയാണ് വന്നിടിക്കുന്നതാണ്. ഞാൻ അവിടെ ചവിട്ടി നിർത്തിയപ്പോൾ തിരിഞ്ഞു വന്നു. ഞാൻ പറയുന്നത് കേട്ടെ, തിരിഞ്ഞു വന്ന വണ്ടിയുടെ ഫ്രണ്ടിലാണ് വന്നിടിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് തന്നെ അടിച്ചിരിക്കും, എന്റെ വണ്ടിയുടെ ഫ്രണ്ട് അടിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്നും തെങ്കാശിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കരവാളൂർ പിറക്കൽ സ്വദേശിയായ യബിൻ ഓടിച്ചിരുന്ന ജീപ്പിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ സ്വദേശി ശ്രീരാജാണ് അറസ്റ്റിലായത്. ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയുമായി പരിചയം നടിച്ചായിരുന്നു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച കേസിലാണ് സ്വകാര്യ ബസ് ഡ്രൈവർ പോലീസിന്റെ പിടിയിലായത്. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ സൂരജ് ഭവനത്തിൽ ശ്രീരാജിനെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയുമായി പരിചയം നടിച്ചായിരുന്നു തുടക്കം. ക്രമേണ സുഹൃത്തെന്ന രീതിയിൽ ഇടപെടുകയും അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ബൈക്കിൽ കയറ്റി. തുടർന്ന് പ്രതിയുടെ വീട്ടിലെത്തിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ ജോസഫ് ലിയോന്റെ നേതൃത്വത്തിൽ SI-മാരായ രൂമേഷ്, സിയാദ്, ഹരിലാൽ, CPO സുനിൽ, അഞ്ജലി എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി.
വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്ന ശ്രീരാജിനെ കസ്റ്റഡിയിലെടുത്തു. ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾ കരുനാഗപ്പള്ളി പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ എറണാകുളത്ത് നിന്നും പിടികൂടുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ദമ്പതിമാർ പിടിയിലായത്. കൊല്ലം കിഴക്കേക്കലട മണിവീണയിൽ ചിഞ്ചു, തൃശൂർ കൊടുങ്ങല്ലൂർ ശൃംഗപുരം അനീഷ് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. സമയപരിധി കഴിഞ്ഞിട്ടും വിസ നൽകാതെ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. തട്ടിപ്പിന് ഇരയായ ഉദ്യോഗാർത്ഥികൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരവെ എറണാകുളം ഭാഗത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കരുനാഗപ്പള്ളി SHO അനൂപ്, SIമാരായ ഷമീർ, ആഷിഖ്, ജോയി, ASIമാരായ റിലേഷ്, ഉഷ, CPO ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ മിനി പമ്പയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് പരാതി. തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചേർന്ന അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ ഇനിയും നടപ്പായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മിനി പമ്പയിലെ ഗതാഗത കുരുക്കിന് പോലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. മിനി പമ്പയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത്. അവലോകന ചടങ്ങ് പതിവ് പോലെ നടന്നുവെങ്കിലും പകുതി കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂവെന്നും പരാതി ഉയരുന്നുണ്ട്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് പുനലൂരിലെ മിനി പമ്പ. തീർത്ഥാടനം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ മിനി പമ്പയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി. തീർത്ഥാടനം ആരംഭിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും MLAയും പങ്കെടുത്ത അവലോകന യോഗങ്ങൾ നടന്നുവെങ്കിലും അന്ന് തീരുമാനിച്ചതനുസരിച്ച് റോഡിൽ സൈൻ ബോർഡുകളും തകർന്ന ബാരിയറുകളും പുനഃസ്ഥാപിച്ചതല്ലാതെ മറ്റ് സുരക്ഷകൾ ഒരുക്കിയിട്ടില്ല. മിനി പമ്പയിൽ രാത്രികാലങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുമ്പോൾ പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള ഗതാഗത സ്തംഭനം ഒഴിവാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകർ കൂടുതലെത്തും. ശബരിമലയിലേക്ക് പോകുമ്പോഴും തിരികെ പോകുമ്പോഴും മിനി പമ്പയിൽ സാധനങ്ങൾ വാങ്ങാൻ പലരും വാഹനം നിർത്തുന്നുണ്ട്. കല്ലടയാറിന്റെ തീരത്തെ DTPCയുടെ സ്നാനഘട്ടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ലോഹനിർമ്മിത ബാരിക്കേഡ് നിർമ്മിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇനിയും നടപ്പായിട്ടില്ല. ഇപ്പോൾ ഇവിടെ മുളകൾ വെച്ചിരിക്കുകയാണ്. താൽക്കാലിക വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാര പരിശോധന നടത്തുന്നതിനും കൃത്യമായ ഇടപെടൽ വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. 22 ക്യാരറ്റ് സ്വർണത്തിന് പവന് 480 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ വിപണിയിൽ ഒരു പവന്റെ നിരക്ക് 98,640 രൂപയായി. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 12,330 രൂപയായി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കൂടി. കഴിഞ്ഞ ദിവസം 640 രൂപ കുറഞ്ഞു നിന്ന വിലയാണ് ഇന്ന് വീണ്ടും കൂടിയത്. അന്താരാഷ്ട്ര വിപണിയിലും വില കൂടി വരുന്നുണ്ട്. രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. 22 ക്യാരറ്റ് സ്വർണത്തിന് പവന് 480 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. ഇതോടെ വിപണിയിൽ ഒരു പവന്റെ നിരക്ക് 98,640 രൂപയായി. ഗ്രാമിന് 60 രൂപ കൂടി 12,330 രൂപയിൽ എത്തി നിൽക്കുന്നു. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 10,200 രൂപയാണ് ഇന്നത്തെ വില. 18 ക്യാരറ്റ് ഒരു പവന് 81,600 രൂപയാണ് വിപണി വില. ഇന്നലത്തേക്കാൾ 400 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളിയുടെ വില ഇന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. 1 ഗ്രാമിന് 210 രൂപയും 10 ഗ്രാമിന് 2,100 രൂപയുമാണ് ഇന്നത്തെ വെള്ളിവില. ന്യൂസ് ഡെസ്ക്. ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവും. ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നേതാവും മുൻ MLAയുമായ ഡോക്ടർ ആർ ലതാദേവി മന്ത്രി GR അനിലിന്റെ ഭാര്യയാണ്. ആദ്യ ടേമിൽ CPIക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നേതാവും മുൻ MLAയുമായ ഡോക്ടർ ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. മന്ത്രി GR അനിലിന്റെ ഭാര്യയാണ്. CPIയും CPIഎമ്മും 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം പങ്കിടുകയാണ് രീതി. ആദ്യ ടേമിൽ CPIക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ദേശീയ കൗൺസിൽ അംഗവുമാണ് ഡോക്ടർ ആർ ലതാദേവി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ നഗരസഭ UDF തരംഗത്തിലും അടിപതരാതെ LDF. MA രാജഗോപാൽ അധ്യക്ഷനായേക്കും.
CPM പ്രതിനിധിയായ MA രാജഗോപാൽ ഇതിനോടകം 2 തവണ നഗരസഭയിൽ LDFനെ നയിച്ച പരിചയസമ്പന്നനാണ്. UDF തരംഗം ദൃശ്യമായ തെരഞ്ഞെടുപ്പിലും പുനലൂർ നഗരസഭയിൽ ആധിപത്യം നിലനിർത്തി LDF ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ നഗരസഭ പിടിച്ചെടുത്ത ഇടതുമുന്നണിയിൽ പുതിയ ഭരണസമിതി അധ്യക്ഷനായി MA രാജഗോപാൽ വരാനാണ് സാധ്യതയേറുന്നത്. CPM പ്രതിനിധിയായ MA രാജഗോപാൽ ഇതിനോടകം 2 തവണ നഗരസഭയിൽ LDFനെ നയിച്ച പരിചയസമ്പന്നനാണ്. കോമളംകുന്ന് വാർഡിൽ നിന്നുമാണ് MA രാജഗോപാൽ വിജയിച്ചത്. CPMലെ പ്രമുഖ നേതാക്കളായ K ബിജുവും S രാജേന്ദ്രൻ നായരും അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ രാജഗോപാലിന്റെ പേരിനാണ് മുൻഗണന ലഭിക്കുന്നത്. മുന്നണിയിൽ CPIയുടെ കരുത്ത് തെളിയിച്ച് മുൻ നഗരസഭാ അധ്യക്ഷൻ K രാജശേഖരൻ ഉജ്ജ്വല വിജയം നേടി. തൊളിക്കോട് വാർഡിൽ നിന്നും നഗരസഭയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ശക്തമായ വെല്ലുവിളികളെ അതിജീവിച്ച് ഭരണം നിലനിർത്താനായത് വരും വർഷങ്ങളിൽ നഗരസഭയിൽ ഇടതുമുന്നണിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. 4ാം ഗ്രേഡ് റബ്ബറിന് 179 രൂപയായി കുറഞ്ഞു. തരം തിരിക്കാത്തതിന് 174 രൂപയായി. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. കൂടുതൽ കർഷകർ വിപണിയിൽ റബ്ബർ എത്തിച്ചതോടെയാണ് വിലയിടിവ് തുടങ്ങിയത്. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. 4ാം ഗ്രേഡ് റബ്ബറിന് 179 രൂപയായാണ് കുറഞ്ഞത്. തരം തിരിക്കാത്തതിന് 174 രൂപയായി. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. കൂടുതൽ കർഷകർ വിപണിയിൽ റബ്ബർ എത്തിച്ചതോടെയാണ് വില ഇടിവ് തുടങ്ങിയത്. വരും ദിവസങ്ങളിലും ഈ പ്രവണത തുടരുമെന്നാണ് വ്യാപാര കേന്ദ്രങ്ങൾ പറയുന്നത്. കഴിഞ്ഞ മാസം സർക്കാർ താങ്ങുവില 180 രൂപയിൽ നിന്ന് 200 രൂപയായി ഉയർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു ഇത്. എന്നാൽ റബ്ബർ ബോർഡ് നിശ്ചയിച്ച വിലയും താങ്ങുവിലയും തമ്മിലുള്ള വ്യത്യാസം നൽകുന്നതിന് കർഷകരിൽ നിന്ന് വിൽപ്പന ബിൽ സ്വീകരിക്കാൻ ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. സൈറ്റ് പോലും തുറന്നിട്ടില്ല. ഓരോ കർഷകന്റെയും കൃഷിഭൂമി അനുസരിച്ച് നിശ്ചിത കിലോ റബ്ബർ പ്രതിമാസം 2 തവണയായി ബില്ലാക്കി സംഘങ്ങൾ മുഖേന സ്വീകരിക്കുകയാണ് പതിവ്. അതാത് മാസം പ്രഖ്യാപിക്കുന്ന മാർക്കറ്റ് വിലയും താങ്ങുവിലയും തമ്മിലുള്ള വ്യത്യാസ തുകയാണ് ഇൻസെന്റീവ് എന്ന നിലയിൽ കർഷകർക്ക് നൽകിയിരുന്നത്. താങ്ങുവില വർദ്ധിപ്പിച്ചത് കർഷകർ ഏറെ ആശ്വാസത്തോടെയാണ് കണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ സർക്കാരിന്റെ നടപടി മന്ദഗതിയിലാകുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് നയപ്രഖ്യാപന രേഖയിൽ താങ്ങുവില 250 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുതുക്കിയ വിലയനുസരിച്ച് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ റബ്ബർ ബോർഡ് തുടങ്ങിയിട്ടില്ല. ആവശ്യമായ തുക സർക്കാർ കൈമാറിയിട്ടില്ല എന്നാണ് വിശദീകരണം. ഉൽപാദന ചെലവുമായി ഒത്തുപോകാൻ കഴിയാത്ത നിലയിലാണ് റബ്ബർ കർഷകർ. ഉയർന്ന വില പ്രതീക്ഷിച്ച് സ്ലോട്ടർ ടാപ്പിംഗിന് എടുത്തവരും മുൻപോട്ടു പോകാൻ കഴിയാതെ മരങ്ങൾ മുറിച്ചു വിൽക്കാൻ തയ്യാറാവുകയാണ്. വില കുറഞ്ഞതോടെ കർഷകരും തൊഴിലാളികളും തുല്യ പങ്ക് എന്ന നിലയിൽ ടാപ്പിംഗ് നടത്തുകയാണ് പലയിടത്തും. ഈ മാസം അവസാനത്തോടെ തണുപ്പുയർന്നാൽ മരങ്ങളുടെ ഇല കൊഴിയുകയും ഉൽപാദനം വീണ്ടും കുറയുകയും ചെയ്യും. ബഹുഭൂരിപക്ഷം കർഷകരും ഈ വർഷത്തെ ടാപ്പിംഗ് നേരത്തെ നിർത്തിവെക്കാനുള്ള ഒരുക്കത്തിലാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് താങ്ങുവില ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചെറുകിട കർഷകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ ആയിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ ആയിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റ്. അതേസമയം കേസിലെ 4ാം പ്രതി S ജയശ്രീ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് S ജയശ്രീ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത്. ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തി മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആവശ്യം. ന്യൂസ് ഡെസ്ക്. തെറ്റുപറ്റുന്നവർക്ക് അത് തിരുത്താനാകുന്ന സാഹചര്യമൊരുക്കുക സുപ്രധാനമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ ജയിൽ അങ്കണത്തിൽ ജയിൽ ക്ഷേമദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനസിക പരിവർത്തനത്തിനുള്ള അവസരമാക്കി ജയിൽവാസം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകലുന്നതിനും പൊതുസമൂഹത്തിന്റെ ഭാഗമായി തുടരുന്നതിനുമുള്ള തിരുത്തൽ കേന്ദ്രങ്ങളാണ് ജയിലുകളെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ജില്ലാ ജയിലങ്കണത്തിൽ ജയിൽ ക്ഷേമ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അവരുടെ സുരക്ഷ, പ്രത്യേകിച്ച് അവരുടെ തെറ്റുകൾ തിരുത്തുക. പുറത്തുനിന്ന് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ നമ്മുടെ ജയിലുകൾ ഇപ്പൊ നല്ലതുപോലെ വളരെ കരുതൽ നമ്മുടെ തലമുറകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിനെ എടുത്തു പറയുന്നത്. ഇത് നമുക്കറിയാം, മണ്ഡോവാസികളുടെ
ശാരീരികപരമായി, അവരുടെ മാനസികപരമായി, അവരുടെ ഉല്ലാസത്തിനൊക്കെ തന്നെ അവരുടെ മനഃപരിവർത്തനത്തിനും എല്ലാം നമുക്ക് ഈ ജയിൽവാസം എനിക്ക് ഒരു നല്ല പരീക്ഷയാണ് എനിക്ക് തരുന്നത്. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ L ഹേമന്ത് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം നൌഷാദ്, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ K അജിത് കുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ശ്രീഹരി, ജില്ലാ ജയിൽ സൂപ്രണ്ട് VR ശരത്ത്, ജില്ലാ ട്രഷറി ഓഫീസർ S ബിജിദാസ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS ശിവകുമാർ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ R രമ്യ, ടൗൺ UP സ്കൂൾ പ്രധാനാധ്യാപിക T വിനു, KJSOA മേഖലാ കമ്മിറ്റി അംഗം മിറാഷ് റഷീദ്, ജില്ലാ ജയിൽ വെൽഫെയർ ഓഫീസർ GS നേഹ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം പുനലൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയ കന്നി മത്സരം ചർച്ചയാകുന്നു. നഗരസഭയിലെ 9 വാർഡുകളിൽ ജനവിധി തേടിയ DMK സ്ഥാനാർത്ഥികൾ ആകെ 266 വോട്ടുകളാണ് നേടിയത്. ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് DMK സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം പുനലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ കന്നി മത്സരമാണ് ചർച്ചയാകുന്നത്. ആദ്യ അംഗത്തിൽ ഉദയസൂര്യൻ വാരിയത് 266 വോട്ടുകളാണ്. നഗരസഭയിലെ 9 വാർഡുകളിൽ നിന്നാണ് DMK ജനവിധി തേടിയത്. ടൗൺ വാർഡിൽ 88 വോട്ടും, ചാലക്കോട് വാർഡിൽ 58 വോട്ടും, പേപ്പർ മില്ലിൽ 29ഉം, കാരക്കാട് 21ഉം, നെടുങ്കയത്ത് 20ഉം, ഹൈസ്കൂൾ വാർഡിൽ 20ഉം, കാഞ്ഞിരമല 12ഉം, താമരപ്പള്ളിയിൽ 10ഉം, മുസവരിയിൽ 8 വോട്ടും ഉദയസൂര്യൻ നേടി. വിജയിക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് കളത്തിലിറങ്ങിയതെന്ന് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതികരിച്ചിരുന്നു. പ്രധാന മുന്നണികളുടെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ DMKയ്ക്ക് കഴിഞ്ഞോ എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വരും ദിവസങ്ങളിൽ വിശകലനം ചെയ്യും. ആദ്യ മത്സരത്തിൽ തന്നെ 100 കണക്കിന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞത് വരും കാലങ്ങളിൽ നഗരസഭയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് ഊർജം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജലജന്യ രോഗങ്ങൾ വ്യാപന സാധ്യതാ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ടൂൾ ഡെവലപ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു. കായംകുളം BRCയും കുസാറ്റും സംയുക്തമായി നടത്തുന്ന സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. കായംകുളം BRCയും കുസാറ്റും സംയുക്തമായി നടത്തുന്ന സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായാണ് ടൂൾ ഡെവലപ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചത്. ജലജന്യ രോഗങ്ങൾ വ്യാപന സാധ്യതാ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ്. കട്ടച്ചിറ JFKM VHSSലെ ഹൈസ്കൂൾ വിഭാഗം ബയോളജി അധ്യാപകനായ അനന്തുവിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്. ഓൺലൈൻ സെക്ഷനായിട്ട് നടന്ന ഒരു ടൂൾ പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ടൂൾ തയ്യാറാക്കേണ്ടതെന്നും ടൂൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ടൂളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ടൂൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ 4-ാം തീയതി നടത്തിയ ഓൺലൈൻ സെക്ഷനിലൂടെ കുട്ടികളുമായിട്ട് സംവദിക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ക്വസ്റ്റ്യനെയറുകളെ സർവേ ക്വസ്റ്റ്യൻസുകളായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അവരെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് അതിനെ സെക്ഷൻ തിരിച്ച് ക്വസ്റ്റ്യൻ ഓരോ ഗ്രൂപ്പിനും അവരവരുടെ തനത് ശൈലിയിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിനും സഹായിക്കാനായി. ആ ക്വസ്റ്റ്യനുകളെ ഇനി കുട്ടികൾ റിയൽ ലൈഫിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ആൾക്കാരോട് സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്യുകയും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കായംകുളം BPC ബിന്ദുമോൾ, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ V അനിൽ ബോസ്, പൂർണിമ G പ്രഭു, ശാന്തി KR, സ്ട്രീം എക്സ്പെർട്ട് ഹർഷാഞ്ജലി, വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ ക്ലാസിന്റെ ഭാഗമായി. പ്രൊജക്ടിന്റെ ഭാഗമായി 8 സ്കൂളുകളിലെ 48 കുട്ടികളുടെ പങ്കാളിത്തത്തോടെയാണ് ക്ലാസുകൾ നടന്നത്. വാട്ടർ ക്വാളിറ്റി അനാലിസിസിനെ പറ്റി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന പതിപ്പുകൾ കുട്ടികൾ ഗ്രൂപ്പായി പ്രസന്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ സ്ട്രീം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജലജന്യ രോഗങ്ങളും അതിൻ്റെ വ്യാപന സാധ്യതയും അതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട് നേരത്തെ കുട്ടികൾക്കായിട്ട് പലതരത്തിലുള്ള ക്ലാസ്, അവർ വാട്ടർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അതിൻ്റെ മറ്റു ഘടകങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ നടത്തിയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ജോൺ ഓഫ് കെന്നഡിയിലെ അനന്തു സാറ് ബയോളജി അധ്യാപകനാണ്. അദ്ദേഹം കുട്ടികൾക്ക് നേരത്തെ ഓൺലൈനായിട്ട് ഒരു ക്വസ്റ്റ്യനെയർ എങ്ങനെയാണ് സർവേക്ക് വേണ്ട തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതിന് പ്രകാരം കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള ഒരു സർവേ ടൂള് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് ഈ ഹബ്ബിൽ വന്നിരിക്കുകയാണ്. സാർ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് അനലൈസ് ചെയ്തതിന് ശേഷം ക്രോഡീകരിച്ച് സർവേ ടൂളാക്കി കൊടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള EDക്ക് വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്ന് പ്രോസിക്യൂഷൻ. വെള്ളിയാഴ്ച വിധി. കുറ്റകൃത്യങ്ങളിലൂടെ ലഭിച്ച തുകയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് പകർപ്പുകൾ ആവശ്യപ്പെടുന്നതെന്ന് EDയുടെ അഭിഭാഷകൻ.
ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. മുതിർന്ന നേതാവും മുൻ MLA-യുമായ ഡോക്ടർ ആർ ലതാദേവി മന്ത്രി GR അനിലിന്റെ ഭാര്യയാണ്. ആദ്യ ടൈമിൽ CPIക്ക് പ്രസിഡന്റ് സ്ഥാനം. തെറ്റുപറ്റുന്നവർക്ക് അത് തിരുത്താനാകുന്ന സാഹചര്യമൊരുക്കുക സുപ്രധാനമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മാനസിക പരിവർത്തനത്തിനുള്ള അവസരമാക്കി ജയിൽവാസം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. ജയിൽ ക്ഷേമദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. 4ാം ഗ്രേഡ് റബ്ബറിന് 179ഉം തരം തിരിക്കാത്തതിന് 174 രൂപയും. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.